ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യമനെതിരായുള്ള ആക്രമണത്തിൽ അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് യമൻ്റെ വിപ്ലവ നേതാവ് അബ്ദുൽ മാലിക് ബദറുൽ ഹൂത്തി ഇന്നലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് യമനിലെ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം അമേരിക്കയും UK ഉൾപ്പെടെ യമനെ ഇത്രയധികം ആക്രമിച്ചിട്ടും ചെങ്കടലിലെ ഹൂത്തികളുടെ സൈനിക നടപടികളെ തടയാനോ കപ്പലുകളെ സംരക്ഷിക്കാനോ ഇസ്രായേലിലേക്കുള്ള ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണത്തെ ചെറുക്കാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് അവർ യമനെ ആക്രമിച്ചതിലൂടെ നേടിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം വളരെയധികം കരഘോഷത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അത് ശരിയാണെന്ന് അവർ സാക്ഷ്യം വഹിക്കുന്നു. ഒരു രാജ്യത്തെ തുടർച്ചയായി പലതവണ ആക്രമിക്കുമ്പോൾ അതിലൂടെ എന്തെങ്കിലും ലാഭമുണ്ടാവണം, ഇല്ലെങ്കിൽ കുറച്ച് ആയുധങ്ങൾ തീർക്കാമെന്നല്ലാതെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അമേരിക്കയെ സംബന്ധിച്ച് യമനെ ആക്രമിച്ചതിലൂടെ അവർക്ക് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. യമൻ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ യമൻ്റെ കുറച്ച് ഭാഗങ്ങൾ അടിച്ച് നശിപ്പിച്ചിട്ട് തിരിച്ചു പോകും. അതല്ലാതെ അവർക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ രണ്ടടി തിരിച്ചു കൊടുക്കുന്നു, അതുമാത്രമേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് അവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല ആയിട്ട് ലോകത്തിന് കാണാൻ കഴിയുന്നില്ല. ചെങ്കടലിലൂടെ ഇപ്പോഴും കപ്പലിന് കടന്നു പോകാൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ കാര്യം ഓരോ ദിവസവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹൂത്തികളുടെ ആക്രമണം കാരണം. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വിഭിന്നമായി ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓരോ ദിവസവും ജനങ്ങൾക്ക് ഇപ്പോൾ വീടുകളിൽ കഴിയാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ആക്രമണം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഹമാസും പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബദറുൽ മാലിക് ഹൂത്തി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബെൻഗുറിയൻ വിമാനത്താവളമാണ്. ആക്രമണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ വിമാനത്താവളം ഇപ്പോഴും പുനഃക്രമീകരിച്ചിട്ടില്ല. വിദേശ രാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഏത് സമയത്താണ് ഹൂത്തികൾ ആക്രമിക്കുന്നത് എന്ന് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസ്, ഇറ്റലി, UK പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് വിമാനങ്ങൾ അയക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ച് ടൂറിസം വളരെയധികം വരുമാനമുള്ള ഒരു മാർഗ്ഗമാണ്. അതും നിലച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാം തീർന്നു. ഇപ്പോൾ ടൂറിസത്തിനോടുള്ള വരുമാനവും തീർന്നു. കാരണം വിമാനങ്ങൾ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രധാന വിമാനത്താവളമാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ അടിച്ച് നിരപ്പാക്കി കളഞ്ഞത്. ഇനിയും ആ വിമാനത്താവളം വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ബദർ മാലിക് എടുത്തു പറയുന്നത് അവരുടെ സൈനിക വിമാനത്താവളമായ നെവാറ്റിം എയർബേസ് പൊളിച്ചു കളഞ്ഞതാണ്. 2 ആഴ്ച മുമ്പുള്ള ആക്രമണത്തിലൂടെ ആ എയർബേസും തകർത്തിരിക്കുകയാണ്. കൂടാതെ ജെറുസലേമിന് തെക്കായിട്ടുള്ള ഒരു വലിയ പവർ പ്ലാന്റ്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ജെറുസലേമിൽ ഇപ്പോൾ മര്യാദയ്ക്ക് കറണ്ട് പോലും ഇല്ല എന്നുള്ള കാര്യം. എല്ലാം ഹൂത്തികൾ നശിപ്പിച്ച്, അതായത് പ്രധാന നഷ്ടം ഇപ്പോൾ ഹൂത്തികളിൽ നിന്നാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയോ ഹമാസോ ചെയ്തതിൻ്റെ 100 ഇരട്ടി നഷ്ടങ്ങളാണ് ഇപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിൽ ചെയ്തിരിക്കുന്നത്, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായി തന്നെ ഇസ്രായേലിലെ ഓരോ സ്ഥാനങ്ങളും ഉന്നം വയ്ക്കുന്നു. അവിടേക്ക് മിസൈലുകൾ അയക്കുന്നു, അവ നശിപ്പിക്കുന്നു. ടെല്ലവീവിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം അവർ മിസൈൽ അയച്ചു കഴിഞ്ഞു. അതോടൊപ്പം അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറയുന്നത് ചെങ്കടലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പൽ ഹാരിസ് ട്രൂമാനെ ഞങ്ങൾ കാര്യമായി തന്നെ ആക്രമിച്ച് ആ കപ്പൽ ഇപ്പോൾ യമനിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ 17 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആ കപ്പലിനെ ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ 2-3 മിസൈലുകളും അയച്ചു. അതുകൊണ്ട് തന്നെ ഇത്രയും വിലയേറിയ കപ്പൽ ഭയന്ന് അവർ പിന്മാറ്റിയിരിക്കുകയെന്നാണ്. ആ കപ്പലിൽ നിന്നാണ് യമനെ ആക്രമിച്ചത്. എത്രയും വേഗം ആ കപ്പൽ ഞങ്ങളുടെ കടലിൽ നിന്നും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ചെങ്കടലിൽ ആ കപ്പൽ ഞങ്ങൾ മുക്കിക്കളയും എന്ന് അബ്ദുൽ മാലിക് അൽ ഹൂത്തി അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഈ കപ്പൽ ചെങ്കടൽ വിടാൻ വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ തൊട്ടടുത്ത് വന്ന് കിടക്കുന്ന ഒരു യുദ്ധക്കപ്പലിനെ ആക്രമിക്കേണ്ടേ എന്ന് അദ്ദേഹം ജനങ്ങളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ഒന്നായി പറഞ്ഞത് നമുക്ക് എത്രയും വേഗം ആ കപ്പൽ മുക്കണമെന്നാണ്. ഹൂത്തികളുടെ ഒരു ആവേശമേ, അവരത് ചെയ്തു കളയും. അമേരിക്കയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ചിലപ്പോൾ അവർ ആ കപ്പലെടുത്തുകൊണ്ട് അവിടുന്ന് സ്ഥലം വിടാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഹൂത്തികളെ ഒരു വിധത്തിലും അവർക്ക് നേരിടാൻ കഴിയുന്നില്ല. അത് ഹൂത്തികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൂത്തികൾ തൊട്ടടുത്തുള്ള ഒരു രാജ്യമല്ല. അതായത് അവർക്ക് ഒരു അധിനിവേശം നടത്തി പിടിച്ചെടുക്കാൻ കഴിയുന്ന ഗസ പോലുള്ള അല്ലെങ്കിൽ ലെബനോൻ പോലുള്ള ഒരു പ്രദേശമല്ല. ഇത് കടൽ നീന്തി ചെല്ലണം.
12,000 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി ഒരു അധിനിവേശം നടക്കില്ലല്ലോ. പിന്നെ അവർക്ക് ചെങ്കടലിൽ നിന്ന് ആക്രമിക്കാനേ കഴിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആകാശമാർഗം ആക്രമിക്കാം. ഈ ആകാശമാർഗം ആക്രമിക്കലാണ് ഇവരുടെ ഒരു പൊതുവെയുള്ള രീതി. പക്ഷെ അതിന് യാതൊരു ഫലവും കാണുന്നില്ല എന്ന് ഇപ്പോൾ ഹൂത്തികൾ തന്നെ പറയുന്നുണ്ട്. അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ കുറേ സാധനമൊക്കെ നശിപ്പിക്കുന്നുണ്ടൊക്കെ സമ്മതിച്ചു, പക്ഷേ നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്? ചെങ്കടൽ വഴി ഇസ്രായേലിലേക്കുള്ള ചരക്ക് കടത്ത് നിർബാധം തുടരണം. അതിന് കഴിയുന്നില്ല. പിന്നെ ഇസ്രായേലിനെ ഹൂത്തികൾ ആക്രമിക്കുന്നത് തടയണം, അതിനും കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്? എന്തായാലും ഗസയെ ഞങ്ങൾ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും എന്ന് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറയുന്നു. അത് ഒരു സമാധാന കരാർ ഉണ്ടാക്കി ഗസയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്നത് വരെ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, അവരെ ഞങ്ങൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ്. അവർ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അതിന് കാരണം അവരുടെ ഈ പ്രകൃതി ഘടന തന്നെയാണ്. അവരെ ആർക്കൊന്നും തൊടാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. അവർ കുറച്ച് അടിക്കുകയൊക്കെ ചെയ്യും, കുറേ ബോംബുകളൊക്കെ കൊണ്ടിടും. അത് എതിരാളികളെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയൊരു മാർഗം എന്നല്ലാതെ ഇവർ ചെയ്യുന്ന പ്രവർത്തികളെ ഒരിക്കലും അവർക്ക് തടയാൻ കഴിയുന്നില്ല. അങ്ങനെ തടഞ്ഞാലല്ലേ ഉള്ള ആക്രമണം കൊണ്ട് ഗുണമുണ്ടാവുന്നുള്ളൂ. അല്ലെ കുറച്ച് ആയുധങ്ങൾ തീരും, പിന്നെ ലോകത്തിനെ ബോധ്യപ്പെടുത്താം ഞങ്ങൾ ഹൂത്തികളെ ആക്രമിച്ചു. ഈ അമേരിക്ക, ഇസ്രായേലും UK എല്ലാം കൂടി ഹൂത്തികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അഭിമാനിക്കത്തക്കതായ ഒന്നുമില്ല. കാരണം ഹൂത്തികൾ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന തുല്യ ശക്തിയൊന്നുമില്ലല്ലോ. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കപ്പലുകൾ പോകുമ്പോഴാണ് വിജയം എന്ന് പറയുന്നത്. ഇതെങ്ങും എത്തിയിട്ടില്ല. ഹൂത്തികൾ അതേ നിലയിൽ തന്നെ നിൽക്കുകയാണ്. അവർ പിടിച്ചുകൊണ്ട് പോയ കപ്പൽ പോലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൂത്തികൾ പറയുന്നതാണ് ശരി, അവരെ അമേരിക്കയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, അമേരിക്ക ഞങ്ങളോട് തോറ്റു പിന്മാറുകയാണെന്നുള്ളത്. സത്യത്തിൽ അത് തന്നെയാണ്. അമേരിക്ക ഹൂത്തികളോട് തോറ്റു പിന്മാറിയിരിക്കുകയാണ്. ഇടയ്ക്കിടെ വന്ന് ചില ആക്രമണങ്ങൾ നടത്തി പോവുക എന്നുള്ളതല്ലാതെ അവർക്ക് ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു അതിശയോക്തിയല്ല, വസ്തുതയാണ്. നിങ്ങളോർക്കും എങ്ങനെയാണ് ഹൂത്തികൾക്ക് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കുന്നത്? ഇത് തന്നെയല്ലേ? അവർ ആഗ്രഹിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ ഇത് തന്നെ മുട്ടുമടക്കി എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ? അതോടൊപ്പം തന്നെ അമേരിക്ക ഇസ്രായേലിന് $8 ബില്യൺ ആയുധങ്ങളാണ് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇത്രയധികം ആക്രമണം നേരിടേണ്ടി വരുന്നതും ഇത്രയധികം നശിക്കുന്നതും അമേരിക്ക കാരണമാണെന്ന് പറയേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നിരന്തരമായി ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇസ്രായേൽ ഇങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ തിരിച്ച് അതിലും വലിയ ആക്രമണമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇസ്രായേലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നശിച്ചല്ലോ. ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന ടൂറിസം അതും തകർന്നു. പിന്നെ എവിടുന്ന് ഈ വരുമാനം? അമേരിക്കയുടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട്, നക്കാപ്പിച്ച കാശ് കൊണ്ട് തട്ടിക്കൂട്ടി ജീവിച്ചു പോകുമെന്നല്ലാതെ ഇസ്രായേലിൻ്റെ എല്ലാ പ്രൗഢികളും അസ്തമിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൽ വളരെയധികം രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭരണകക്ഷിയിലുള്ളവരും പ്രതിപക്ഷാംഗങ്ങളും നെതന്യാഹുവിന് എതിരാണ്. അതോടൊപ്പം തന്നെ അയാൾക്ക് ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു. 2 ആഴ്ചയെങ്കിലും വീട്ടിൽ പുള്ളി വിശ്രമിക്കണം. ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പക്ഷേ 2 ആഴ്ച നിർബന്ധിത വിശ്രമം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. വിശ്രമം എടുത്താൽ പുള്ളിക്ക് കൊള്ളാം. അങ്ങ് മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ കാര്യം ഏതാണ്ടൊരു പ്രശ്നം തന്നെ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹു തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ദോഹയിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ബന്ദിമോചന കരാർ ചർച്ച ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാറും അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കലും അല്ല ഈ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം, ബന്ദിമോചനമാണ്. അവർക്ക് അവരുടെ ബന്ദിയെ കിട്ടണം. ഈ ബന്ദികളെല്ലാം മോചിപ്പിച്ച് കയ്യിൽ കിട്ടിയതിന് ശേഷം വേണം ഗസയെ മൊത്തമായിട്ട് ആക്രമിച്ച് എല്ലാം കൈയടക്കാൻ. അത് നെതന്യാഹു ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ ഗസയിലുള്ളവർ ചിന്തിക്കുകയല്ലേ. ഇവർക്ക് വാക്കിന് വിലയില്ലാത്തവരാണ്. ഇവർ യുദ്ധം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിച്ച് പോയെന്ന് പറഞ്ഞാൽ തന്നെ പിറ്റേന്ന് വീണ്ടും അവർ ആക്രമിക്കാൻ വരുമെന്നുള്ള കാര്യം ഹമാസിനും ഈ ഹിസ്ബുള്ളയ്ക്കും എല്ലാം ബോധ്യമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് ഒരിക്കലും മുൻകൈ എടുക്കുന്നില്ല. അതിനർത്ഥം ഈ നെതന്യാഹുവിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പുക കാണുക എന്നുള്ളത് തന്നെയാണ്. അവരെ മാക്സിമം നശിപ്പിക്കുക. ഇവരായാലും നശിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇസ്രായേലിനെയും അതുപോലെ തന്നെ ആ പരുവത്തിലേക്ക് എത്തിക്കുക, മാക്സിമം നശിപ്പിക്കുക. വീണ്ടും അവരും ഒരു പുതിയ ഇസ്രായേൽ പണിതുണ്ടാകട്ടെ. അതുതന്നെയാണ് ഈ ഹമാസിൻ്റെ ഉള്ളിലിരിപ്പ്. ഹൂത്തികളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, പവർ പ്ലാന്റുകൾ, അതുകൂടാതെ സകല കെട്ടിടങ്ങളും ഇടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ്. എല്ലാം ബോംബ് ചെയ്തിരിക്കുകയാണ്. ഇനിയും വീണ്ടും ഒരു പുതിയ ഇസ്രായേൽ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബൈഡൻ രാജിവെച്ചൊഴിയുമ്പോൾ ജനുവരി 20 ട്രംപ് ഭരണത്തിലേൽക്കുന്നതിന് മുൻപായി തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിനായി അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്പെഷ്യൽ പ്രസിഡൻഷ്യൽ ദൂതനായി മോർഗൻ ഒർട്ടാഗസിനെ നിയമിച്ചിരിക്കുകയാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രതിനിധിയായി സ്റ്റീവ് വിറ്റ്കോഫിനെയും നിയമിച്ചിട്ടുണ്ട്.
ഞാനിത് പറയാൻ കാരണം ഇവർ രണ്ടും ജൂതന്മാരാണെന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റും സയനിസ്റ്റുകളുമായി സമാധാനത്തിനും സമാധാന കരാറുണ്ടാക്കാനുമൊക്കെയായി രണ്ട് ജൂതന്മാരെയാണ് അമേരിക്ക നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് എത്രയധികം സമാധാനം ഉണ്ടാക്കും എന്നുള്ളത്. അവരെപ്പോഴും സയനിസ്റ്റുകൾക്ക് അനുകൂലമായി മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല. ഇപ്പോഴും ജൂതന്മാരെ തന്നെയാണ് അമേരിക്ക ഇത്തരം കാര്യങ്ങളിൽ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ കരാറിനൊന്നും ഒരു തീരുമാനം ഉണ്ടാവാത്തത്. അമേരിക്കയ്ക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഈ മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം ഉണ്ടാകാനും ഒരു യുദ്ധം അവസാനിക്കാനും ഒന്നും. അവർ വെറുതെ പറയുന്നൊന്നുമല്ലാതെ അവർക്ക് എപ്പോഴും മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ ഇളകി മറിയുന്നതാണ് ഇഷ്ടം. എങ്കിലേ അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാവുള്ളൂ. ഇപ്പോൾ തന്നെ സിറിയയിൽ നിന്നും ഇത് അബു മുഹമ്മദ് ജൂലാനി പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇസ്രയേലിനോട് പറയണം നിങ്ങളുടെ ഈ സൈന്യത്തെ സിറിയയിൽ നിന്നും പിൻവലിക്കണമെന്നും അമേരിക്ക റെക്കമെൻഡ് ചെയ്യണമെന്നും. ഈ ഭീകരൻ സയനിസ്റ്റുകളുടെ തന്നെ ആളാണല്ലോ. അപ്പം ഈ സിറിയയിലുള്ള ആക്രമണം പുള്ളിക്ക് പോലും അടുത്ത് ഇസ്രായേൽ അത്രയധികം ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് പുള്ളി താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഈ സയനിസ്റ്റുകൾ ബോംബിടുന്നതെന്ന് പുള്ളിക്ക് അറിയാൻ കഴിയത്തില്ല. അത് പേടിച്ചിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഇത് അമേരിക്ക ഒന്ന് പറയണം സിറിയയിലുള്ള ആക്രമണമൊക്കെ നിർത്ത്, ഇവിടെയെങ്കിലും ഒന്നുമില്ലല്ലോ, എല്ലാം തീർത്ത് എല്ലാം അടിച്ച് ഇതാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇനി എന്തിനാണ് ആരെയാണ് ആക്രമിക്കുന്നതെന്ന് പുള്ളി തന്നെ അവസാനം കരഞ്ഞു വിളിച്ച് അമേരിക്കയോട് പറഞ്ഞിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി താ, ഞങ്ങളൊന്ന് സമാധാനത്തോടെ ഒന്ന് കടന്നോട്ടെ, വല്ല ആവശ്യമുണ്ടോ? അതാണ് ഇത്തരക്കാരൊക്കെ ഈ പറമ്പിപ്പണിക്കാരെ പോലെയാണ്. കാരണം ഇസ്രായേലിലെ അമേരിക്കയുടെയൊക്കെ വിടുപണി ചെയ്ത് അവർക്കിപ്പോൾ ഒരു രാജ്യത്ത് ഭരണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഈ മുഹമ്മദ് ജൂലാനിക്ക് ഒന്നും എപ്പോഴും അവരൊക്കെ കൊല്ലപ്പെടാം. അതുപോലെ ഇപ്പോൾ അയാൾക്ക് യാതൊരു സൈനിക ശക്തികളുമില്ല. ഇപ്പം സൈനിക ശക്തികളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന എല്ലാം സിറിയയിലുണ്ടായിരുന്ന എല്ലാം ഈ ഇസ്രായേൽ അടിച്ചു കളഞ്ഞു. പിന്നെ അയാളുടെ എല്ലാം കൂലിപ്പടയാളികളാണല്ലോ പുറത്തുനിന്ന് എടുത്തിരുന്നവരെല്ലാവരും ഇപ്പം പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കാൻ പോലും കാശില്ലാതെ കുറേ പേർ കിടപ്പുണ്ട് ഇപ്പോഴും. പിന്നെ സൈന്യത്തിലേക്ക് 50 സൈനിക തലവന്മാരിൽ 6 പേരെ വിദേശികളെ അവരെടുത്തിരിക്കുന്നത്. ഈ അസർബൈജാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരെയാണ് സിറിയയിൽ സൈനിക തലവന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. സിറിയക്കാരില്ലേ? അതല്ല, പുള്ളിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥലം വിടണം, അവിടുന്ന് മറ്റ് തീവ്രവാദി സംഘങ്ങളിൽ പോയി പെടണം. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കറിയാം ഏത് സമയം തല പോകാൻ സാധ്യത വളരെ കൂടുതലാണെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മുങ്ങുക. കാരണം തൊട്ടപ്പുറത്തിരിക്കുകയല്ലേ റഷ്യയും ഇറാനും ഒക്കെ കാത്തിരിക്കുകയല്ലേ ഒരു അവസരത്തിന് വേണ്ടി. ഈയിടെ ആയുധമൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇയാളെങ്ങനെയാണ് ഭരിക്കുന്നത്? ആപ്പാടെ 30,000 പടയാളികളാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഈ അബു മുഹമ്മദ് അൽ ജൂലാനിക്ക് സ്വന്തമായിട്ടുള്ളത്. അവരൊക്കെ ഏത് സമയം വേണേൽ കാല് മാറാം. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അസദിൻ്റെ കൂടെ ഉള്ളവരൊക്കെ കാല് മാറിയില്ല, അതുപോലെ തന്നെ കാല് മാറാം. അതിങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉള്ളതാണ്. എല്ലാവരും അവരവരുടെ ജീവനുള്ള വലുത്. അത് ഈ ജൂലാനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പം സിറിയയിലുള്ള ആയുധം കൈയടക്കാമെന്ന് വെച്ചപ്പോൾ അതുമല്ല, ഇസ്രായേൽ അടിച്ച് ഇനി ഒന്നുമില്ല, ഇനി വട്ടപ്പൂജ, ഇനി വല്ല അമേരിക്കയോ ഇസ്രായേലോ വല്ലതും ആയുധങ്ങൾ കൊടുക്കണം ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ. അതൊക്കെ ആര് കൊടുക്കാൻ? കാരണം അവർക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇയാൾ അവിടെ നിന്ന് ചീഞ്ഞ് നാർന്ന അതാ അവരുദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഹൂത്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഹൂത്തികൾ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നില്ല. ഞങ്ങൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്.